സമയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം നമുക്ക് എത്തണം. ഇപ്പോൾ ദേശീയപാതയുടെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് പല ആളുകളും ബസ് അല്ലെങ്കിൽ സ്വന്തം വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ട്രെയിനുകളെ ആശ്രയിക്കുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ ഏറെ ആശ്രയിക്കാവുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ്. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോട്ടേക്ക് വളരെ പെട്ടെന്ന് പോകാം, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും വന്ദേ ഭാരത് ട്രെയിൻ വഴിയിലൊക്കെ കുടുങ്ങിക്കിടക്കുകയും മണിക്കൂറുകളോളം യാത്രക്കാർ നരകയാതന അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ ട്രെയിനുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള എഞ്ചിനല്ല വന്ദേ ഭാരതിൽ ഉപയോഗിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അവിടുത്തെ പ്രശ്നം? അതായത് വന്ദേ ഭാരതിൻ്റെ പുതിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. വലിയ ലോക്കോമോട്ടീവ് ഫ്രണ്ടിൽ വെച്ചിട്ട് ആ എഞ്ചിൻ ഉപയോഗിച്ചല്ല വന്ദേ ഭാരത് യാത്ര നടത്തുന്നത്. ഓരോ ബോഗികൾക്കും അടിയിൽ ചെറിയ ലോക്കോമോട്ടീവ് സംവിധാനം ഉപയോഗിച്ച് പല എഞ്ചിനുകളാണ്. അപ്പോൾ ഒരു ട്രെയിനിന് തന്നെ പല എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇവർ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ട്രെയിൻ നിന്ന് പോകാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത് ഇതിനെ മറികടന്ന് കണ്ട് തന്നെ ഈ ട്രെയിനിനെ ഈ ഒരു എഞ്ചിൻ സ്റ്റോപ്പായാലും ഇല്ലെങ്കിൽ ഒരു എഞ്ചിൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലും ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ട്രെയിൻ വഴിയിലാകും. കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്ന് ഘടിപ്പിച്ചാണ് ട്രെയിനെ കൊണ്ടുപോയത്. പക്ഷേ ഇതിനപ്പുറവും കൂടെ കടന്ന് ഒരു പ്രശ്നവും കൂടി ഇപ്പം വന്ദേ ഭാരതിന് വന്നിരിക്കുകയാണ്. അതായത് വന്ദേ ഭാരത് സുരക്ഷിതമല്ല എന്നൊരു പരാതി. അതായത് സേഫ്റ്റി കമ്മീഷണറാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പശു ഇടിച്ചാൽ പോലും വന്ദേ ഭാരത് പാളം തെറ്റും എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ലോക്കോമോട്ടീവ് സംവിധാനം, ഒരു വലിയ എഞ്ചിൻ ഈ ട്രെയിനിൻ്റെ മുന്നിലില്ല. സാധാരണ ട്രെയിനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആന ഇടിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അഞ്ചോളം ആനയിടയ്ക്ക് ഒരു ട്രെയിൻ തട്ടി മരിച്ച വാർത്ത ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വന്ദേ ഭാരതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വലിയ വിമർശനം വന്നിരുന്നു. പശു ഇടിച്ചു, വന്ദേ ഭാരതിൻ്റെ മുൻഭാഗം തകർന്നു എന്ന് പറഞ്ഞൊരു ഫോട്ടോയൊക്കെ ആയിട്ട് വലിയ വാർത്ത വന്നിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫൈബറാണ്. ഇപ്പോൾ ഉള്ളൊരു സംരക്ഷണ കവചവും കൂടെ മുന്നിൽ ഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനും സർക്കാർ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. അതായത് റെയിൽവേ പുതിയൊരു പദ്ധതിയുമായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ കവചം നിർമ്മിക്കുക എന്നുള്ളതാണ്. സുരക്ഷാ കവചം എങ്ങനെയെന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല, ട്രെയിൻ പോകുന്ന ട്രാക്കിന് ഇരുവശത്തുമായിട്ട് കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാൻ, ചെറിയ രീതിയിലുള്ള വലിയ ഉയരത്തിലല്ലാത്ത മതിലുകൾ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതിയും കൂടെ ഉണ്ട്. അത് 3000 കിലോമീറ്റർ ഏതാണ്ട് ഇപ്പോൾ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇത് തയ്യാറാക്കുക, ഇത് പണി എടുക്കുക, ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം റെയിൽവേ നിരന്തരമായി ട്രാക്കുകൾക്ക് സമീപം പണിയെടുക്കുന്നതാണ്. ഇവർക്ക് ചരക്കെത്തിക്കാൻ റെയിൽവേയുടെ തന്നെ സംവിധാനങ്ങളുണ്ട്. അതുപയോഗിച്ച് തന്നെ അവിടെ പണി നടത്താൻ കഴിയും. റെയിൽവേയുടെ ട്രാക്കുകൾക്ക് സമീപമുള്ള 30 മീറ്ററോളം ഇരുവശത്തേക്ക് 30 മീറ്ററോളം ബഫർ സോണാണ്. അത് ഏത് നിമിഷവും റെയിൽവേക്ക് ഏറ്റെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ റെയിൽവേ മിക്കവാറും ഉള്ള സ്ഥലത്തെല്ലാം 10-15 മീറ്റർ അധികമായി തന്നെ എടുത്തിട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും റെയിൽവേയുടെ ഡബിളിംഗ് നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലാണ് റെയിൽവേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തരത്തിലുള്ള സുരക്ഷിത വേലികൾ കെട്ടാനായിട്ട് റെയിൽവേക്ക് കഴിയുമെന്നുള്ളതാണ്. ഇനി അഥവാ കോൺക്രീറ്റ് ഭിത്തികളല്ല കെട്ടുന്നതെങ്കിൽ പോലും തന്നെ കമ്പി വേലികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വലിയ രീതിയിൽ കനപ്പെട്ട കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് അത് വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ കൂടി ഈ പറയുന്ന ട്രാക്കുകൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയും. ആളുകൾ പെട്ടെന്ന് കിടക്കില്ല, മൃഗങ്ങൾ പെട്ടെന്ന് വരില്ല, അങ്ങനെയില്ല. ഇത് മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഹൈസ്പീഡ് ട്രെയിനുകളുണ്ടെങ്കിൽ ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യം കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കന്നുകാലികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാര്യമില്ല. കാരണം അവർക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെ കന്നുകാലികളെ വളർത്താൻ കഴിയുള്ളൂ. ഫാം ഉണ്ടായിരിക്കണം, ഫാം ഏരിയകൾക്കുള്ളിൽ മാത്രമായിരിക്കണം ജീവികൾ ഉണ്ടായിരിക്കേണ്ടത്, പുറത്തേക്ക് കടക്കാൻ പാടില്ല. ഇനി വനമേഖലയാണ് വിദേശ രാജ്യങ്ങളിലുള്ളതെങ്കിൽ കൂടി അവിടെയും ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇവരൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യ പോലെ ഒരു വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്തരം സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പകുതിയോളമേ വരികയുള്ളൂ, ഇല്ലെങ്കിൽ 2-3 ജില്ലയുടെ വലിപ്പം മാത്രമൊക്കെ പരമാവധി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശത്തിനകത്ത് സഞ്ചരിക്കുന്ന ഈ റെയിൽവേ സംവിധാനം എന്ന് പറയുന്ന വലിയ നെറ്റ്വർക്ക്, ഇന്ത്യയുടെ നാടിഞ്ഞരമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൽവേ അത്രയുണ്ട് റെയിൽവേ. പക്ഷേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ചെറിയ വാഹനങ്ങളാണെങ്കിൽ തന്നെ മൈലേജ് കൂട്ടാൻ വേണ്ടി അതിന്റെ വെയിറ്റ് കുറച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാലുണ്ടാകുന്ന ദുരന്തം വളരെ വലുതാണ്. ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള ഒരു എക്സ്പ്രസ് നമ്മുടെ ഒരു പരമാവധി കിലോമീറ്റർ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിലോട് നമ്മൾ അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. നമ്മൾ പക്ഷേ ഭയങ്കര സേഫാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പാലക്കാട് അടുത്ത സമയത്ത് ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ 10-15 പശു വന്നിടിച്ചിട്ട് അതെല്ലാം കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള വളരെ കൂടിയ പൈസയൊക്കെ ചിലവാക്കി യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അല്ലെങ്കിൽ ഫൈബർ പോലെയുള്ള സംവിധാനത്തിൽ ഈ
കോച്ചുകൾ സുരക്ഷിതമല്ല എന്ന് വന്നാൽ നമ്മളെ അത് ആശങ്കപ്പെടുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ 2 വന്ദേ ഭാരതാണുള്ളെങ്കിൽ അത് 4 ആക്കണം, ബംഗളൂരുവിലേക്ക് പുതിയ വന്ദേ ഭാരത് തുടങ്ങണം. ഇതൊക്കെയാണ് കാണാൻ ആകർഷകമാണെങ്കിലും എഞ്ചിനുകളുടെ കപ്പാസിറ്റി അല്ലെ അതിൻ്റെ ശക്തി കുറവാണ് എന്ന് പറയുന്നത് വലിയൊരു അപാകതയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ ഭംഗിയാണ്, പക്ഷേ സാധാരണ രീതിയിലുള്ള പഴയ ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഈ വൈദ്യുതിയിൽ ഓടുന്ന എഞ്ചിൻ ആയിക്കോട്ടെ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ശബ്ദവും ഒരു എന്ത് വന്നിടിച്ചാലും അതൊന്നും മറിയില്ല. ഇപ്പോൾ ബോഗികളെല്ലാം പറഞ്ഞാൽ എഞ്ചിൻ പലപ്പോഴും നേരെ നിൽക്കുന്നതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നതാണ് എന്ന് കരുതിയാൽ പിന്നെ അതിലേക്ക് പോകുന്ന യാത്രക്കാരുടെ എണ്ണം വളരെ പരിമിതപ്പെടാം. മാത്രമല്ല വളരെ വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിന് എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടായാൽ അതിലുണ്ടാകുന്ന അപകടം നമ്മൾ ചിന്തിക്കുന്നതിനും ഒക്കെ ഒത്തിരി അപ്പുറമായിരിക്കും. അപ്പോൾ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ നമുക്ക് പരീക്ഷിക്കാൻ തരാമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ കാലാകാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ വേണം പോകാൻ. ഈ ട്രാക്കിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക, ബലപ്പെടുത്തുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം പുറത്തുനിന്ന് ഈ കാലികൾ അല്ലെങ്കിൽ മറ്റ് അതിക്രമങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേലി കെട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിളാണ്. കാരണം നമുക്ക് പലപ്പോഴും ട്രെയിനിൻ്റെ ലൈൻ ഡബിൾ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ 3 ലൈൻ ആക്കേണ്ടി വരും, 4 ലൈൻ ആക്കേണ്ടി വരും. അപ്പോഴൊക്കെ തന്നെ ഈ ചെലവ് കൂടിക്കൂടി വരും. അപ്പോൾ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ എഞ്ചിൻ ഉണ്ടാകുന്ന പരിമിതിയെ അതിജീവിക്കാനായിട്ട് മറ്റെന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലമില്ലേ? തീർച്ചയായും. അതായത് നമ്മുടെ സുരക്ഷാ വേലി കെട്ടുന്നത് ഒരു പരിധിവരെ നമുക്കത് സഹായകരമാവുമെങ്കിലും പൂർണ്ണമായിട്ടും അത് എല്ലായിടത്തും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു വനമേഖലയിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും? ഇത് വലിയ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, ആനയൊക്കെ വരുന്നത്. അപ്പോൾ ആനയ്ക്ക് ഇതൊന്നും നമ്മുടെ ഇവിടെ ഇലക്ട്രിക് വേലികൾ ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് ആന അതിനെ പൊളിച്ച് മരത്തിന് അതിൻ്റെ മണ്ടയിൽ കൂടെ മറച്ചിട്ടിട്ട് ആന കിടന്നു വരും. വലിയ ബുദ്ധിയുള്ള ജീവിയും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായി സാധനം തകർന്നു പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഈ പ്രശ്നം വരികയാണ്. അപ്പം നിരന്തരമായിട്ട് ഈ പ്രശ്നത്തിനെ മറികടക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം അത് ചിന്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ സുരക്ഷയെ ഇത്തരത്തിൽ ബാധിക്കുന്ന യാത്രക്കാരെയും ബാധിക്കും. നമ്മൾ ഈ ട്രെയിനുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ചെന്നൈയിൽ നമ്മൾ നിർമ്മിച്ച ട്രെയിൻ 18 എന്ന് പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ നമ്മൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ മറ്റൊരു ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള സവിശേഷ സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രശ്നത്തെ മറികടക്കാമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തെ ബന്ധിപ്പിക്കാനാണ് വന്ദേ ഭാരത് ഉപയോഗിക്കുന്നത്. ഒരു പകലിൻ്റെ യാത്രയില്ലെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിലുള്ള യാത്രയാണ്. അത് ദീർഘദൂര സർവീസുകളിലേക്ക് വന്ദേ ഭാരത് കടന്നിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ ട്രെയിൻ ഓടിക്കുന്നതും ഡൽഹിയിൽ നിന്ന് വാരാണസി വരെയാണ്. ആ സ്ഥലത്ത് ഓടിച്ച് വിജയിച്ച് 100% വിജയമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പറയുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നില്ല. കാരണം ഒരു ചെറിയ ഡിസ്റ്റൻസിലാണ്. ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ദിവസത്തിൻ്റെ യാത്രയിൽ വരുന്ന ഈ ഡൽഹി വാരാണസി യാത്രയ്ക്കകത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അന്ന് എന്തുകൊണ്ടോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, ഇല്ലെങ്കിൽ അത് കണക്കിലെടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കണക്കാക്കില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ അടക്കം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം റെയിൽവേയുടെ മുന്നോട്ട് പോക്കിൽ തന്നെ ഇത് ഈ ട്രെയിനിനെ ആശ്രയിച്ചാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ നിർമ്മാണം. കാരണം നമ്മൾ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോച്ചുകളുടെ എണ്ണമൊക്കെ തീരെ കുറച്ചിരിക്കുന്നു. ട്രെയിനുകൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ പറ്റി തന്നെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. നമുക്കിവിടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ഉണ്ട്, അവിടെ തന്നെ നമ്മളെല്ലാം നിർമ്മിച്ച് ഈ ട്രെയിൻ ഓടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതിനൊരു സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ റെയിൽവേ മേഖലയെ പൂർണ്ണമായി ഇല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഈ റെയിൽവേ ആശ്രയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യ വന്ദേ ഭാരത് നിർമ്മിച്ചപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കാണുകയും ഇതിൻ്റെ ഒരു ഫെസിലിറ്റിയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെടാമെന്നും ഇത്തരം കോച്ചുകൾ ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തരണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോട് യോജിക്കുകയും ചെയ്തത്. പക്ഷേ ഈ സുരക്ഷാ പ്രശ്നം ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പരമാവധി കുറഞ്ഞ സമയത്തുള്ളിൽ പരമാവധി ദൂരം എത്തുക, ഇത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പം കൂടുതൽ പണം മുടക്കി കൂടുതൽ സംവിധാനങ്ങളെല്ലാം ഒരുക്കുമ്പോൾ തന്നെ ഇതിനുള്ളിൽ ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഇപ്പം പല ട്രെയിനുകളും പിടിച്ചിട്ടിട്ടാണ് ഈ വന്ദേ ഭാരത് കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിടുമ്പോൾ തന്നെ ആ ട്രാക്കിൽ വേറെ ട്രെയിനുകളൊന്നുമില്ല, ഒരേ സമയം ദൂരെ കൂടെ മറ്റ് അധികം ട്രെയിനുകൾ പോകുന്നില്ല. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഇതല്ലാതെ ഒരു പ്രശ്നം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പക്ഷേ ഈ റെയിൽവേയിലെ വിദഗ്ധരോ എഞ്ചിനീയേഴ്സോ ഒക്കെ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഈ വന്ദേ ഭാരത് വഴി കടന്നു പോവുകയാണ്. പിന്നെ ഒരു എഞ്ചിൻ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഷൊർണൂരാണ് ഒരു എഞ്ചിൻ പകരമുള്ളത്. അപ്പോൾ ഏതാണ്ട് കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് ഷൊർണൂരിൽ നിന്ന് പിന്നെ ഒരു എഞ്ചിൻ കൊണ്ടുവരണം. സാധാരണ ഇതിലൊരു ചരക്ക് തീവണ്ടി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാലോ നമുക്ക് മറ്റൊരു എഞ്ചിൻ കൊണ്ടുപോയി ഘടിപ്പിച്ച് കൊണ്ടുവരാം. ഇതത് പറ്റില്ല. ഇത് വന്ദേ ഭാരതിൻ്റെ എഞ്ചിൻ തന്നെ കൊണ്ടുപോകേണ്ട ഒരു
ഘട്ടം വരികയാണ്. അതല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ എത്തിച്ചേരണമെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ആശ്രയിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ, തൽക്കാലത്തേക്കെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.